1914 ഒന്നാം ലോകമഹായുദ്ധം അവസാനിപ്പിക്കണമെന്ന് അന്നത്തെ മാർപ്പാപ്പയായ ബെനഡിക്റ്റ് 15 ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ചുവെങ്കിലും ആരും അത് ചെവിക്കൊണ്ടില്ല. എന്നാൽ മാർപ്പാപ്പയുടെ ഈ അഭ്യർത്ഥനയ്ക്ക് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരുടെ ഹൃദയങ്ങളിൽ ചലനമുണ്ടാക്കുവാൻ സാധിച്ചു. ആ കൊല്ലത്തെ ക്രിസ്മസിൻ്റെ ഇടയിൽ അവിസ്മരണീയമായ ഒരു സംഭവമുണ്ടായി. ക്രിസ്മസ് കാലത്ത് വീടുകളിൽ പോകാൻ സാധിക്കാതിരുന്ന പടിഞ്ഞാറൻ യുദ്ധമുന്നണിയിലെ പട്ടാളക്കാരെല്ലാവരും ചേർന്ന് തങ്ങളുടേതായ രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അങ്ങനെയിരിക്കെ ജർമ്മൻ സൈന്യത്തിലെ ഒരു പട്ടാളക്കാരൻ ഉറക്കപ്പാടി സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന്. തുടർന്ന് അത് കേട്ടിരുന്നയാൾ ഏറ്റുപാടി. വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു സംഘഗാനമായി മാറി. ശത്രുപക്ഷത്തെയും സൈനികരെല്ലാവരും ആ പാട്ടിനോടൊപ്പം ചേർന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പട്ടാള ബാരക്കുകളിൽ നിന്നും പുറത്തു വന്ന പട്ടാളക്കാർ തങ്ങളുടെ ആയുധങ്ങൾ താഴെ വെച്ച് ഇരുപക്ഷത്തുമുള്ളവർ തമ്മിൽ ഹസ്തദാനം ചെയ്തു. അങ്ങനെ പകയുടെയും വൈരാഗ്യത്തിൻ്റെതുമായ ഒരു രാത്രിയെ ശാന്തമായ ഒരു രാത്രിയാക്കി എടുക്കുവാൻ സാധിച്ച സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന ആ ഗാനത്തിൻ്റെ പിറവി എന്ന് പറയുന്നത് അവിസ്മരണീയമായ ഒരു സംഭവം തന്നെയാണ്. 1818 ഓസ്ട്രിയയിലെ സാൽസ്ബർഗിൽ മഞ്ഞുവീഴ്ച കനത്ത ഒരു ക്രിസ്മസ് രാത്രിയിൽ സെൻറ്റ് നിക്കോളാസ് പള്ളിയിൽ പാതിര കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. വികാരിയായ ജോസഫ് ഫ്രാൻസ് മൊഹർ അച്ഛൻ തൻ്റെ ഗായക സംഘത്തിൻ്റെ തലവനായ ഗ്രൂബറെ കണ്ടു പറയുകയാണ്, ഇന്ന് പാതിര കുർബാനയ്ക്ക് പുതിയ ഒരു ഗാനം ചിട്ടപ്പെടുത്തണം. ഗാനത്തിൻ്റെ വരികൾ അച്ഛൻ ലോഹയുടെ പോക്കറ്റിൽ നിന്നും ഒരു ചുളുങ്ങിയ കടലാസിൽ എഴുതിയത് ഗ്രൂബർക്ക് കൊടുത്തു. ഈ വരികൾ അച്ഛൻ തന്നെ 2 വർഷം മുൻപ് ഒരു ക്രിസ്മസ് രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയിരുന്ന് എഴുതിയതാണ്. അന്നത്തെ പാതിര കുർബാനയ്ക്ക് അൽത്താരയ്ക്ക് മുൻപിൽ ജോസഫ് അച്ഛൻ നിൽക്കുമ്പോൾ ഗായക സംഘ തലവനായ ഗ്രൂബറുടെ കയ്യിലിരുന്ന ആ ചുളുങ്ങിയ കടലാസിലെ വരികൾക്ക് ജീവൻ വെച്ചു. വാക്കുകൾ പക്ഷികളെപ്പോലെ ചിറകടിച്ചുയർന്നു. സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന സ്വർഗീയ ഗാനം ആ ദേവാലയത്തിലാകെ നിറഞ്ഞു. ആളുകളൊക്കെ സ്വർഗീയമായ ഒരു കീർത്തനം കേട്ടതുപോലെയുള്ള അവാച്യമായ അനുഭൂതിയിലായി. ആ ഗാനം ശ്രദ്ധിച്ച് കേട്ടവരുടെയൊക്കെ മനസ്സിലൂടെ ബെത്ലഹേമിലെ തിരുപ്പിറവിയുടെ ഓർമ്മ അലയടിച്ചുയർന്നു. ഉണ്ണിയേശു പുൽക്കൂട്ടിൽ സമാധാനമായി ഉറങ്ങുന്നു. അടുത്തിരിക്കുന്ന മാതാപിതാക്കൾ നിറഞ്ഞ മനസ്സോടെയാണ് ഇരിക്കുന്നത്. മാലാഖമാരുടെ സംഗീതമുണ്ട്. അതോടൊപ്പം ഇടയന്മാരുടെ ആഗമനവും. 200 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഈ ഗാനം അന്ന് ഇൻ്റർനെറ്റോ മീഡിയയോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് സംഗീതത്തിൻ്റെ ചിറകിലേറി സഞ്ചാരികളുടെ നാവിലേറി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും സഞ്ചരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, യുദ്ധവും അധിനിവേശവും തന്മൂലമുണ്ടായ ക്ഷാമവും ഒക്കെ ചേർന്ന് യൂറോപ്പിനെ ശ്വാസം മുട്ടിച്ച സമയത്താണ് എല്ലാവർക്കും സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് ജോസഫ് അച്ഛൻ ഈ മനോഹരമായ വരികൾ എഴുതിയത്. ഇന്ന് ഈ ക്രിസ്മസ് കാലത്ത് സൈലന്റ് നൈറ്റ് എന്നുള്ള ഗാനം കേൾക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ ഓർക്കാം സെൻറ്റ് നിക്കോളാസ് പള്ളിയിലെ ആ വൈദികനെയും അദ്ദേഹത്തിൻ്റെ വരികൾക്ക് സുന്ദരമായ ഈണം പകർന്നു നൽകിയ ഗ്രൂബർ എന്ന ഓർഗൻ വായനക്കാരനെയും. ശാന്തരാത്രി തിരുരാത്രി എന്ന ഈ ഗാനം ആലപിക്കുമ്പോൾ നാം ഒന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. അനൈക്യത്തിൻ്റെയും അസമാധാനത്തിൻ്റെയും ഒക്കെ ഉറവിടം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വാർത്ഥപരമായ ചിന്തകളാണ്. ഒന്നിക്കുന്നതിനുള്ള കാരണങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ ഏറെ ഇന്ന് മനുഷ്യൻ അന്വേഷിക്കുന്നത് ഭിന്നിപ്പിക്കുന്നതിനുള്ള കാരണങ്ങളാണ്. കാരണം മനുഷ്യൻ സ്വാർത്ഥതയാണ് തേടുന്നത്, അധികാരമാണ് അവൻ്റെ മോഹം. മനുഷ്യരെല്ലാവരും ഒരേ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളത് വിസ്മരിച്ച് മതത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ചിന്താരീതികളുടെ പേരിലൊക്കെ നാം ചേരിതിരിയുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് വിശ്വശാന്തി ദിനമാണ്. മനുഷ്യനും ദൈവവും തമ്മിൽ ഐക്യപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ആദ്യത്തെ ക്രിസ്മസ് രാവിൽ വിരിഞ്ഞത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൂക്കളാണ്. ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളിലും വിരിയേണ്ടത് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും പൂക്കൾ തന്നെയാണ്.